ഹായ് എവരി വൺ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ വൈക്കത്താണ്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ള ഈ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേര് ജോർഡൻ ജോയി എന്നാണ്. ഇത്തവണത്തെ കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 100% സ്കോർ കരസ്ഥമാക്കി മികച്ച ഒരു റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥിയാണ് നമ്മുടെ ബ്രില്യൻറ്റിലെ ജോർഡൻ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഈ ഒരു ജേണി അല്ലേ. ഒരു വർഷത്തെ റിപ്പീറ്റർ ആയിരുന്നു അല്ലേ? റിപ്പീറ്റർ ആയിരുന്നു. I11 ബാച്ചിലായിരുന്നു. ഏതായിരുന്നു ഹോസ്റ്റൽ? ലിബർട്ടിയിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അപ്പം എന്ത് തോന്നുന്നു, ഈ ഒരു കീമിന് ഇത്ര നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ ഇത്ര നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും, നല്ലൊരു റാങ്ക് കിട്ടും എന്നൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? എക്സാം എഴുതി കഴിഞ്ഞ് എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 100% വന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഒന്നും. പിന്നെ റാങ്ക് വന്നു, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ റാങ്ക് വന്നതിന് ശേഷം പെട്ടെന്ന് എന്താണ് ചെയ്തത്? അടുത്ത മൊമെന്റിൽ പേരൻസിനോട് പറഞ്ഞോ അതോ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് സംസാരിച്ചോ? പേരൻസിനോട് പറഞ്ഞ് അവർക്കും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ കൂട്ടുകാരന്മാരെ വിളിച്ച്, അപ്പം എല്ലാവർക്കും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു അല്ലേ? എവിടെ ഇരുന്നാ നോക്കിയത്? റിസൾട്ട് നോക്കിയത് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു നോക്കിയതല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വർഷത്തെ ബ്രില്യൻ്റ് ലൈഫ് എന്ന് പറയുന്നത്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു വർഷം നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് തന്നെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് വരുത്താൻ പറ്റി. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിക്കാൻ പറ്റി. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു വർഷം. ഹോസ്റ്റലാണെങ്കിൽ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ലിബർട്ടി ഹോസ്റ്റലിൽ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെ ക്യാമ്പസ് ആണെങ്കിലും ഞാൻ എല്ലാ ദിവസവും പോയി വരുമായിരുന്നു. അപ്പം എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു. രാവിലെ ബ്രില്യൻ്റ് തന്നെ ബസ്സുണ്ട്, അവിടെ കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുവരും. ഈ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ജോർഡൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളോ ഇൻസ്പിറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 7ാം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ വെച്ച് ചുമ്മാ ഒരു സാറ്, ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറായിരുന്നു, സാറ് വന്നൊരു പരീക്ഷ നടത്തി. മാത്സിൻ്റെ ആയിരുന്നു. അപ്പം ചുമ്മാ ഒരു റാൻഡം എക്സാം ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സ്കോർ കിട്ടി. അപ്പോൾ സാറും ഭയങ്കര ഹാപ്പി. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് IIT പോവാം, അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പം തന്നെ എന്തോ IIT എന്ന് പറഞ്ഞാൽ ടോപ്പ് ആൾക്കാർ ചെല്ലണ സ്ഥലമാണ്. അപ്പം അങ്ങനെയാണ് ഈ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അതുമായിട്ട് റിസർച്ച് ചെയ്ത് അപ്പം കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ ആ ഇൻസിഡൻറ്റുമായിട്ടാണ് നമുക്ക് എഞ്ചിനീയറിങ്ങിനോട് പിന്നെ ഒരു താല്പര്യം വന്നു തുടങ്ങിയത്. പിന്നെ ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ അങ്ങനത്തെ ഇപ്പം അന്വേഷിച്ച് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ മാത്സിനോട് ഒരു പ്രത്യേകിച്ച് ഒരു മാത്സിനോട് ഉണ്ടായിരുന്നു. പിന്നെ +1 +2 എനിക്ക് സയൻസ് അത്ര താല്പര്യമില്ലായിരുന്നു. എന്നാലും +1 +2 എത്തിയപ്പോൾ എനിക്ക് സയൻസിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. മാത്സ് എനിക്ക് പണ്ടോട്ട് ഇഷ്ടമായിരുന്നു. അപ്പം എല്ലാം കൂടി ഒരു ഓവറോൾ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ള സബ്ജക്റ്റ്. സോ തിരഞ്ഞെടുത്തു. ഇപ്പോൾ +2 വരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് എൻട്രൻസിനുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വേറൊരു രീതിയിലാണല്ലോ. ഇപ്പോൾ എൻട്രൻസിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? എൻട്രൻസിന് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് സബ്ജക്റ്റിൻ്റെ ഇൻഡെപ്തിലേക്ക് നമ്മൾ പോയിട്ട്, അപ്പോൾ എൻട്രൻസ് അങ്ങനത്തെ ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കാറ്. പക്ഷേ ഇപ്പം ബോർഡ് എക്സാംസ് +1 +2 എക്സാംസിനൊക്കെ ആണെങ്കിൽ കണ്ട് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് എക്സാമിന് മുമ്പ് തന്നെ പഠിച്ചിട്ട് പോയി എക്സാം എഴുതാവുന്ന കാര്യമുള്ളൂ. പക്ഷെ എൻട്രൻസിനാണ് നമ്മൾ ശരിക്കും ഒരു വർഷം തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇൻഡെപ്തിലേക്ക് ചെന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. നല്ല അറിവുണ്ടായിരിക്കണം. എനിക്ക് ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി താല്പര്യമുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഡെപ്തിലേക്ക് എനിക്ക് അത്ര ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാനായിരുന്നോ കൂടുതൽ ഇഷ്ടം, അതോ ബ്രില്യൻ്റ് വന്നതിന് ശേഷം അപ്പോൾ റെഫറൻസ് സിസ്റ്റം ഉപയോഗിച്ച് ബ്രില്യൻ്റ് തന്നെ ഇരുന്ന് പഠിക്കാനായിരുന്നോ, അതോ ഹോസ്റ്റൽ റൂമിൽ ഇരുന്ന് പഠിക്കാനായിരുന്നോ, അതോ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കമ്പൈൻ സ്റ്റഡി പോലെ പഠിക്കാനായിരുന്നു? എങ്ങനെയായിരുന്നു കൂടുതൽ താല്പര്യം? ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എനിക്ക് പഠിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ആളായതുകൊണ്ട് റൂമിൽ തന്നെ ഇരുന്ന ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരുന്ന ജസ്റ്റ് ചില ആശയങ്ങൾ പുറത്ത് എനിക്കതായിരുന്നു കംഫർട്ടബിൾ. നമുക്ക് നമ്മുടെ
ഇതായിട്ടുള്ള ഇപ്പോൾ അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ കോൺസെൻട്രേഷൻ കൂടി കിട്ടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ലിബർട്ടി ഹോസ്റ്റൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നമുക്ക് പഠിക്കാൻ വേണ്ടി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് തരുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ദൂരമൊന്നും ഇല്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാണല്ലോ ഒരു വർഷത്തേക്ക്. അപ്പോൾ ആ ഒരു വർഷത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. വീട്ടിലെ ഫുഡ്, അതുപോലെ വീട്ടിലെ ആളുകൾ, ഇപ്പോൾ അനിയന്മാരുണ്ട്, അവരെയൊക്കെ മിസ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ച് വന്നത്? ഞാൻ ആദ്യമേ ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം നമ്മൾ മാറി ഇപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഡ്രസ്സ് കഴുകിയിടണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അപ്പം നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ആരും കൂടെ ഇല്ല. പിന്നെ കുറെ കഴിഞ്ഞ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ശീലിച്ചു വന്ന്. അപ്പോൾ ഇനിയിപ്പോൾ IIT അഡ്മിഷൻ കിട്ടി അങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പോലും ഇതെല്ലാം അതിനൊരു മുന്നോടിയായിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയത്ത് സ്റ്റഡി മെറ്റീരിയൽസ് ഇഷ്ടം പോലെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം? ബെർലിൻ്റെ എന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഞാൻ മെയിൻലി എല്ലാം ഉപയോഗിച്ചിരുന്നത്. 1-2 കാര്യത്തിന് ഇപ്പം എക്സ്ട്രാ ആയിട്ട് നമുക്ക് നോക്കണമെങ്കിൽ ലൈബ്രറി പോയി നോക്കും. ബെർലിൻ്റെ എന്ന സ്റ്റഡി മെറ്റീരിയൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം അവർ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനുള്ള മെറ്റീരിയൽ തന്നെ നല്ല ലെവലിലുള്ളതാണ്. അതിൻ്റെ കൂടെ ലേണിംഗ് ആപ്പ് ഉണ്ട്. നമുക്കിപ്പം ഞാനാണെങ്കിൽ കുറേ ക്ലാസ് ലേണിംഗ് ആപ്പിൽ കൂടിയാണ് കണ്ടത്. എനിക്ക് അതായിരുന്നു കുറച്ചുകൂടി ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിനേക്കാളും ഓൺലൈനായിട്ട് ക്ലാസ് കണ്ട് പഠിക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ മെറ്റീരിയൽസിൻ്റെ ആണെങ്കിൽ നല്ല ലെവലുണ്ട്. എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. നല്ലതായിരുന്നു. അപ്പോൾ ഈ മോഡൽ എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ കുറച്ച് ഡൗൺ ആയി പോകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറൊക്കെ ഉണ്ട്. കുറച്ച് മാർക്ക് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ഒരു മെൻറ്ററിങ് സംവിധാനം ബ്രില്യൻറ്റിനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? എൻ്റെ ക്ലാസ് ടീച്ചർ ബിനിൽ സാറും ദീപക് സാറും ആയിരുന്നു. അപ്പം നമ്മളെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം മാർക്ക് കുറഞ്ഞു പോയാൽ അവർ സപ്പോർട്ട് നമുക്ക് ആ വിഷമം എല്ലാം അവർ മോട്ടിവേഷൻ ആയിരുന്നു. ഇപ്പം നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി ഇപ്പം ഒരു എക്സാം കഴിഞ്ഞ് അത് ഞാൻ അതിൻ്റെ റിസൾട്ട് അനാലിസിസ് ഉണ്ടാകും ക്ലാസ്സിൽ തന്നെ. അപ്പോൾ ബിനിൽ സാറ് റിസൾട്ട് വായിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് സാറ് തന്നെ പറയും മാർക്ക് കുറഞ്ഞു പോയാൽ വിഷമിക്കുകയേ വേണ്ട, എനിക്ക് ഒറിജിനൽ എക്സാം എനിക്ക് എന്തായാലും കിട്ടും, ഒരു കോൺഫിഡൻസ് വരായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പേടിയില്ല. മാർക്ക് കുറഞ്ഞു പോയാലും അടുത്ത എക്സാമിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം നമുക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ JEE അഡ്വാൻസിനും അത്യാവശ്യം നല്ലൊരു റാങ്ക് ജോർഡനുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് IIT എന്നുള്ള പറയുന്ന ഒരു ആഗ്രഹത്തിലേക്കായിരിക്കുമല്ലോ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഏത് IIT ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് സെലക്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോ? എനിക്ക് +2 ഫിസിക്സ് ടോപ്പിക്സ് ആണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് EC ആണ് എനിക്ക് താല്പര്യം. കമ്പ്യൂട്ടർ സയൻസിനോട് സാധാരണ എല്ലാവർക്കും കമ്പ്യൂട്ടർ സയൻസ് വേണം, അങ്ങനെയാണ്. പക്ഷെ എനിക്ക് EC എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഓക്കെ, പേരൻസിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് അതിനെക്കുറിച്ചോടൊന്ന് പറയാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് പേരൻസിനെ കൂടി കാണാം. പേരൻസ് എനിക്ക് ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാർക്ക് കുറഞ്ഞു പോയാലും അവർക്ക് നമ്മൾ എവിടെയെങ്കിലും നല്ലൊരു കോളേജിൽ ചേർന്നാൽ മതി. അവർക്ക് പ്രശ്നവുമില്ല. ഇപ്പം മാർക്ക് കുറഞ്ഞു പോയാലും അവർക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ ആണെങ്കിൽ ഇപ്പം ഞാൻ അവരെ വിളിച്ച് പറയും മാർക്ക് കുറഞ്ഞു പോയി, ഈ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമമൊന്നുമില്ല. അവർ ഇത് കുഴപ്പമില്ലടാ, ഇത്രയും ഉണ്ടല്ലോ, ഇത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം സാധാരണ ഇപ്പം ഒരു +2 തയ്യാറെടുക്കുന്ന സ്റ്റുഡൻറ്റിനേക്കാളും നല്ലൊരു എൻട്രൻസ് കോച്ചിങ് വേണ്ടി വരുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകും, മാർക്കുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതെല്ലാം കൃത്യമായി പേരൻസ് മനസ്സിലാക്കിയായിരുന്നല്ലേ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും ജോർഡന് കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ നിന്നുമാണ് ഇത്ര നല്ലൊരു സ്കോറിലേക്ക് എത്തിയത്. അപ്പോൾ ഇനി നമുക്ക് പേരൻസിനെ മീറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ജോർഡൻ്റെ ഫാമിലിയും എനിക്കപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ 2 അനിയന്മാരും. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. സാർ നമസ്കാരം.
സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജോയ് ജോർജ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ KSFE മാനേജറാണ്. തങ്കമണി ബ്രാഞ്ചിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇടുക്കിയിലല്ലേ? ഇടുക്കിയിൽ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് വീക്കിലി വരും, വീട്ടിലേക്ക് വരികയാണല്ലേ? അപ്പോൾ ജോർഡനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയും നല്ലൊരു വിജയം, ടീമിന് 100% സ്കോറും നല്ലൊരു റാങ്കും ഒക്കെ കിട്ടി. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അപ്പോൾ ജോർഡനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, റിസൾട്ട് വന്നപ്പോൾ ഞെട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും അങ്ങനെയായിരുന്നോ? അല്ല, അവന് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു നന്നായിട്ട്. ഇപ്പം ഈ അവസരങ്ങളിൽ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങും പരിശീലനവും പിന്നെ അവൻ്റെ ഒരു ഹാർഡ് വർക്കും കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബ്രില്യൻറ്റിൻ്റെ സാർമാരുടെ സപ്പോർട്ടും പരിശീലനവും ആഴ്ചകളിലുള്ള ടെസ്റ്റും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ഇത് കിട്ടിയത്. അപ്പോൾ ആളെങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ പഠിക്കാനായിട്ട് ഒരുമാതിരി നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം പിന്നെ +2 കയറിയപ്പോഴാണ് കൂടുതൽ സ്ട്രെസ് ഇതൊരു പഠിത്തത്തിലേക്ക് കൂടുതൽ വന്നത്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ പരിശീലനവും കാര്യങ്ങളൊക്കെ ആയിട്ട് 7ാം ക്ലാസ്സിലാണ് ഇങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഒരു ആഗ്രഹം തോന്നിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നിങ്ങനെ സൂചിപ്പിച്ചായിരുന്നോ ആ ഒരു? അങ്ങനെ വേറെ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ തൊട്ടടുത്തുള്ള. അത് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ നമ്മൾ വേറെ സ്കൂളിലേക്ക് ബാർമി സ്കൂളിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരുന്നു സ്കൂളിൻ്റെ. പിന്നെ മറ്റ് സപ്പോർട്ടും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നന്നായിട്ടൊരു വിജയം നേടാൻ പറ്റി. അപ്പോൾ മാം അധ്യാപികയാണല്ലേ? എവിടെയാണ് പഠിപ്പിക്കുന്നത്? സെൻറ്റ് ടി തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വൈക്കം തന്നെയാണല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ജോർഡൻ ഇത്ര നല്ലൊരു ടീമിന് നല്ലൊരു റാങ്കിലേക്കൊക്കെ എത്താൻ പറ്റി, നല്ലൊരു പെർസെൻറ്റേജ് സ്കോറൊക്കെ കിട്ടി? അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ സ്കോർ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു വന്നത്? ദൈവത്തിന് ആദ്യം നിന്ന് തന്നെ നന്ദി പറയുന്നു. പിന്നെ അവൻ നന്നായിട്ട് വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ ടീച്ചേഴ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പ്രത്യേകിച്ചും ക്ലാസ് ടീച്ചേഴ്സും മറ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം തന്നെ നന്നായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വർക്കും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വിജയമായിരുന്നു. അപ്പോൾ ആളിടയ്ക്ക് അവിടുന്ന് വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ? അപ്പോൾ വിളിക്കുമ്പോൾ ഒക്കെ പറയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ മാർക്കൊക്കെ ഒരു കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ, ഒന്ന് ഡൗൺ ആയി പോകുന്ന ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയിരുന്നു എന്ന് ജോർഡൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തൊക്കെ? ആ സമയത്ത് അവനൊരു വിഷമം തോന്നി. അപ്പം നമ്മൾ പറയാറുണ്ട്, ഞാനും പപ്പയും പറയാറുണ്ട്, അതിന് ടെൻഷൻ ഒന്നും അടിക്കണ്ട. കാരണം ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് നമ്മുടെ ഇത് സ്ട്രെസ് കൂടും. അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകും. അപ്പം അതുകൊണ്ട് കുറച്ച് നീ അതിന് മാർക്കിനെ കുറിച്ച് ഓർത്തൊട്ടും നീ ശ്രദ്ധിക്കേണ്ട, നീ വർക്ക് ചെയ്യുക. അപ്പം ദൈവം അതിന് അനുഗ്രഹം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും അവസാനം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടല്ലേ? മോൻ്റെ പേര്? ജിഫി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10ലേക്ക് കയറിയത്. 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ ചേട്ടന് നല്ലൊരു വിജയം കിട്ടി അല്ലേ? ടീമിന് നല്ലൊരു സ്കോറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ മോന് ഇപ്പോൾ പറയാനുള്ളത്? സന്തോഷമുണ്ടല്ലേ? അപ്പോൾ എങ്ങനെ മോന് എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ എങ്ങോട്ട് പോകാനായിട്ട്, അതിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്? എഞ്ചിനീയറിംഗ് തന്നെ. അപ്പോൾ ചേട്ടൻ്റെ ഭാഗം തന്നെ പിന്തുടരാനായിട്ടുള്ള പ്ലാനിലാണല്ലേ? ഓക്കെ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങിയോ? തുടങ്ങി. ഓക്കെ. അപ്പോൾ ജോർഡൻ്റെ കുഞ്ഞനിയനാണ്. പേര്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ലേക്കായി. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഒരു എഞ്ചിനീയർ ആവാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? നല്ലൊരു വിജയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോൻ എന്താ പറയാനുള്ളത്? സന്തോഷമാണ്. ചേട്ടന്റെ ഹാർഡ് വർക്കിലാണ് ഇതെല്ലാം കിട്ടിയത്, അത്രയും നല്ല മാർക്ക് കിട്ടിയത്. അതെ. ചേട്ടൻ പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ജോർഡൻ ഇനി ആഗ്രഹിച്ച ഒരു കോഴ്സ്, ആഗ്രഹിച്ച ഒരു IIT, അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ബ്രില്യൻറ്റിലേക്ക് നമുക്ക് വരണം. അതുപോലെ തന്നെ നമുക്കിനി വിക്ടറിയിലേക്ക് വീണ്ടും മീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.